വനിതാ മഹാസമ്മേളനം സംഘടിപ്പിച്ച് ബി.ജെ.പിക്ക് മറുപടി നൽകി മമതാ ബാനർജി. മുർഷിദാബാദിലെ ലാൽ ചൌക്ക് മൈതാനത്താണ് സ്ത്രീകളെ അണിനിരത്തി തൃണമൂലിന്റെ ശക്തി പ്രകടനം. ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ 50% സ്ത്രീകളെ പങ്കെടുപ്പിക്കണമെന്ന് മമത നിർദ്ദേശം നൽകി. വനിതാ സംവരണം TMCയും കോൺഗ്രസും അട്ടിമറിച്ചു എന്നാരോപിച്ച് ബി.ജെ.പി ബംഗാളിൽ യോഗങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് TMCയുടെ പുതിയ നീക്കം. ശരത് ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, വനിതാ സംവരണം അട്ടിമറിച്ചെന്ന് ബി.ജെ.പി ആരോപിക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകളെ അണിനിരത്തിയാണ് മമതയുടെ പുതിയ നീക്കം. എന്താണ് പോളിംഗിന് മുന്നോടിയായി ബംഗാളിലെ സാഹചര്യം? സരിക, അതുതന്നെയാണ് ഇന്നലെയാണ് വനിതാ സംവരണത്തിൽ പാർലമെന്റിൽ പരാജയപ്പെട്ട് തുടർന്ന് BJP എംപിമാരും അതിലെ BJP മഹിളാ മോർച്ച നേതാക്കളും അത് പ്രതിഷേധിക്കുകയും അതിൻ്റെ രീതിയിലേക്കൊക്കെ യോഗങ്ങൾ സംഘടിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് മമതാ അതേ നാണയത്തിന് തിരിച്ചടിക്കുകയാണ്. ഇനി നടക്കുന്ന എല്ലാ പൊതുസമ്മേളനങ്ങളിലും 50% പകുതി വനിതകൾ പങ്കെടുക്കുമെന്നാണ് മമതയുടെ പ്രഖ്യാപനം. അത് തന്നെയാണ് വനിത ഇപ്പോൾ നടത്തുന്നു. ഇന്ന് മുർഷിദാബാദ് ലാൽ ചോക്കിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ വൻ വനിതകളെ ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ വൻ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തത്. വനിതകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ ദീദിയാണ് യഥാർത്ഥ വനിത എന്നാണ് വളരെ വ്യക്തതയോടെ തന്നെ വനിതകൾ പറയുന്നത്. മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ്. അവിടെ വനിതാ സംവരണം മുഖ്യമന്ത്രി തന്നെ നടപ്പിലാക്കും. അത്തരത്തിലുള്ള വാദമാണ് തൃണമൂലിലെ വനിതാ നേതാക്കൾ പ്രസംഗങ്ങളും മറ്റും ഉന്നയിക്കുന്നത്. ഏതായാലും വനിതകളുടെ പ്രാതിനിധ്യമാണ് ഇന്ന് മുർഷിദാബാദിലെ ലാൽ ചൗക്കിൽ നടന്ന യോഗത്തിൽ നമുക്ക് കാണാനായത്. വൻ ജനാവലി തന്നെ ഈ സമ്മേളനത്തിൽ എത്തിപ്പെട്ടിരുന്നു. ഏതായാലും 50% എല്ലാ 152 മണ്ഡലങ്ങളിലും എല്ലാ പൊതുയോഗങ്ങളിലും 50% പേരെ വനിതകളെ പങ്കെടുപ്പിക്കാനും അത് സമ്മേളനത്തിന് രണ്ട് ഭാഗത്തേക്ക് 2 ബാരിക്കേഡുകൾ നിർമ്മിച്ചുകൊണ്ട് വനിതകൾ ഒരു ഭാഗത്ത് 50%, പുരുഷന്മാർ ഒരു ഭാഗത്ത്, യുവാക്കളടക്കം 50% എന്ന രീതിയിൽ പൊതുയോഗം സംഘടിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന് നിർദ്ദേശം മമതാ ബാനർജി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ യോഗമാണ് ഇന്ന് മുർഷിദാബാദിൽ അതേപോലെ തന്നെ ഡാർജിലിംഗിലൊക്കെ നടന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് അതേ നാണയത്തിൻ്റെ മറുപടി നൽകാൻ ഒരുപടി മുമ്പേ മറുപടി നൽകാൻ മമതാ ബാനർജി തയ്യാറായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. സരിക.